പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം എൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോൻ്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ എത്രമാത്രം സ്തുതിച്ചാലും മതി വരാത്ത പോലെ അവൻ്റെ ദൈവിക അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഒരു മനുഷ്യനെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ അത് വ്യത്യസ്ത നിലകളിലൂടെ ആയിരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. ആ തടസ്സങ്ങളെല്ലാം നാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വേണ്ടതുപോലെ ഉയർച്ചയിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നാം വായിച്ച ദൈവവചന ഭാഗം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ നമുക്ക് നല്ല സുപരിചിതമായ ശക്തനായ ഒരു കഥാപാത്രമാണല്ലോ യോസേപ്പ്. യോസേപ്പ് നിരപരാധിയാണെങ്കിലും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നവർ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തത് മുഖാന്തരം കാരാഗ്രഹത്തിൽ തടവിനായി ശിക്ഷിക്കപ്പെട്ടവർക്കും മാത്രമല്ല യോസേപ്പിൻ്റെ ജീവിതത്തിൽ പിന്നത്തേതിൽ വലിയൊരു ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് വന്ന സ്ഥിതിയെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം വായിക്കുമ്പോൾ യോസേപ്പും ഹല്ലേലൂയ ഉദ്യോഗസ്ഥരും കാരാഗ്രഹത്തിൽ നിന്നുള്ളതാണ്. ഇപ്പോൾ ഫറവോൻ്റെ അരമനയിലെ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും രാജാവ് അവരോട് രാജാവ് കോപിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു സ്ത്രീയുടെ തെറ്റായ കുറ്റാരോപണത്തിൻ്റെ പേരിൽ യോസേഫ് ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവൻ്റെ മുമ്പോട്ടുള്ള ഭാവി അസ്തമിച്ചു എന്ന് തോന്നിപ്പോയെങ്കിലും പക്ഷേ ആ കാരാഗ്രഹത്തിൽ ആ കുണ്ടറയിൽ വെച്ച് യോസേപ്പിനെ ഉയർത്താൻ ആഗ്രഹിക്കുക. പ്രൈസലോ. അത് യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച എന്ന് പറയുന്നത് അത് ദൈവിക നിയോഗമാണ്, ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നെ ഏത് നിലയിലാണ് ഉപയോഗിക്കുന്നതൊക്കെ പറയാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ വെളുപ്പിനെ 5:15 മണിക്ക് ഈ മെസ്സേജ് പറയാറുണ്ട്. ഇന്ന് 5:15 മണി തൊട്ട് ഉള്ളത് പറഞ്ഞ 5:10 തൊട്ട് ഞാൻ ഈ മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുക. ഒരു കാരണവശാലും മൊബൈലിനകത്ത് നെറ്റ് അങ്ങോട്ടോ ഇല്ല, എപ്പോഴും ഓഫായി പോവുക. അപ്പം നമ്മളെ കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യിപ്പിക്കാതിരിക്കത്തക്ക നിലയിൽ സാത്താൻ പലവിധമായി തന്ത്രങ്ങളെല്ലാം മേഖലയിലും കൊണ്ടുവരുമ്പോഴേ നമ്മളതിനും തിരിച്ചറിയണം. ഒരുപക്ഷെ നമുക്ക് പോലും പെട്ടെന്ന് കോപമുണ്ടാകാം. അതേ വിധത്തിലാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം തടസ്സങ്ങളുണ്ട്. നമുക്കെല്ലാത്തിനും ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയെങ്കിലാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതം ഉയർച്ചയ്ക്ക് സാഹചര്യമുള്ളൂ. അപ്പം യോസേപ്പ് ഈ കാരാഗ്രഹത്തിൽ വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ കണ്ട് നീ ഭാരപ്പെട്ടു പോകരുത്. അതോർത്ത് നീ വിലപിച്ച് ദുഃഖിതരായി മാറരുത്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നിന്റെ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന, മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ജീവിത സാഹചര്യം, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ഹല്ലേലൂയ നിനക്ക് നേരെ ഉയർന്നു വന്നേക്കാം. പക്ഷേ നീ അതിനെ തരണം ചെയ്യുന്നത് എങ്ങനെയെന്ന് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകും. നാം ദൈവത്തിന് ക്ഷമ ചോദിച്ച് മാപ്പ് ചോദിച്ച് ആ പാദപീഠത്തിൽ വീണ് കിടക്കുന്ന കർത്താവ് തെറ്റിപ്പോയി, സംഭവിച്ചുപോയി, പറഞ്ഞുപോയി, എനിക്ക് മാപ്പ് നൽകണമെന്ന് നാം ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനായതുകൊണ്ട് ദൈവം നമ്മോട് കരുണ കാണിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ യോസേപ്പിനെ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ, അഥവാ മിസ്രയീമിൻ്റെ രണ്ടാമനാക്കി മാറ്റുവാൻ, സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാ ആ യോസേപ്പിനെ ഒരു ഉന്നതമായ നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യോസേപ്പിൻ്റെ ജീവിതം കാരാഗ്രഹത്തിലത് കുണ്ടറയിൽ വരെ എത്തേണ്ടി വന്നു. ഹല്ലേലൂയ. അവനെ ഉയർത്തുവാൻ കരുണാസമ്പന്നായി ദൈവത്തിന് പ്രസാദമായി. പക്ഷേ അതിന് വീണ്ടും
2 വർഷം കൂടി അവൻ ഈ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മൊത്തം എത്ര വർഷം യോസേപ്പ് കാരാഗ്രഹത്തിൽ കിടന്നു എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. അവന്റെ 17ാമത്തെ വയസ്സിൽ മിസ്രൈമിൽ വന്നതിന് ശേഷം ഫറവോന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ യോസേപ്പിന് 30 വയസ്സുണ്ടായിരുന്നു. ഏകദേശം 13 വർഷം കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. അതിൽ ഏകദേശം 10 വർഷമെങ്കിലും അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കാരാഗ്രഹത്തിൽ വെച്ച് യോസേപ്പ് വ്യാഖ്യാനിച്ചു കൊടുത്ത ആ സ്വപ്ന വ്യാഖ്യാന മുഖാന്തരമാണ് യോസേപ്പിന്റെ ജീവിതത്തിൽ ഉയർച്ചയുടെ പടികൾ കടന്നു വന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോഴേ, ഹല്ലേലൂയ, അതിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശ്രമത്തിൽ നാം പ്രാർത്ഥനയോടെ എല്ലാത്തിനും നേരിടണം. ഏത് സമയത്തും നിങ്ങളുടെ താഴ്ചയിൽ നിന്നൊക്കെ ഉയരുവാൻ കഴിയും. ഏത് സമയത്തും നിങ്ങളുടെ താഴ്ച ദൈവം ഉയർത്തും. ഒരുപാട് പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാൽ അതിനെ നമ്മൾ അഭിമുഖീകരിക്കാൻ നമ്മൾ അതിനു വേണ്ടി തയ്യാറാകുന്നെങ്കിൽ, ആ കൃപയിലേക്ക് നമ്മൾ വരുന്നെങ്കിൽ, കുണ്ടറയിൽ കിടന്ന യോസേപ്പിനെ മിസ്രൈമിന്റെ 2ാമനാക്കി മാറ്റിയതുപോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുക, സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം മിസ്രൈമിലുള്ള ഭയങ്കരമായ ജയിൽ, ഹല്ലേലൂയ, ഒന്നിൽ 3 പ്രധാനപ്പെട്ട ആളുകളെ കുറ്റവാളികളായി കിടക്കുക. മിസ്രൈമിലെ പ്രധാനപ്പെട്ട ജയിലില് 3 കുറ്റവാളികൾ കിടക്കുക, അടച്ചിരിക്കുക. അതിൽ ഒരു പ്രധാനിയാണ് യോസേപ്പ്. 3 കുറ്റവാളിൽ ഒരാൾ യോസേപ്പ്. ഹല്ലേലൂയ. ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത യോസേപ്പ്, ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്ത യോസേപ്പിനെ സഹോദരന്മാർ അവന്റെ വസ്ത്രം അഴിച്ചെടുത്ത് ഒരു കുഴിക്കുള്ളിൽ, ഒരു പൊട്ടക്കിണറ്റിൽ തള്ളി. ഹല്ലേലൂയ. ചാകുന്നതിന് വേണ്ടി തള്ളിയിട്ടതാ, യോസേപ്പിനെ കൊല്ലാൻ വേണ്ടി. ഹല്ലേലൂയ. എന്നാൽ സഹോദരന്മാർ ഒരുവൻ, ഹല്ലേലൂയ, യോസേപ്പിനെ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് വന്ന മിദ്യാനി കച്ചവടക്കാർക്ക്, ഹല്ലേലൂയ, 20 വെള്ളിക്കാശിന് കൊടുത്തെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയട്ടെ. സഹോദരന്മാർ നമുക്ക് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരന്മാർ ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യോസേപ്പിന്റെ സഹോദരന്മാരെല്ലാം യോസേപ്പിനോട് വെല്ലുവിളിച്ച് അവനെ ഏതെങ്കിലും വിധത്തിൽ കൊന്നു കുഴിയിലാക്കുവാൻ, തള്ളിക്കളയാൻ, അവന്റെ ആ നേതൃത്വ സ്ഥാനം, അവന്റെ വീട്ടിൽ നിന്നുള്ള അവന്റെ പദവി, അവന്റെ അപ്പന്റെ സ്നേഹമെല്ലാം നഷ്ടപ്പെടുത്തി കളയുവാൻ, അവൻ ജീവിച്ചിരുന്നാൽ സഹോദരന്മാർക്ക് ദോഷമാണെന്ന് മനസ്സിലാക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഒരുപാട് പോരാട്ടം കടന്നു വരാം. നിന്റെ സഹോദരന്മാർ, സഹോദരിമാരെ, നിന്റെ മാതാപിതാക്കൾ അടക്കം നിനക്ക് നേരെ എതിർപ്പ് പ്രകടമാക്കി നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചേക്കാം. പക്ഷെ യോസേപ്പ് കുണ്ടറയിൽ കിടന്നതുപോലെയുള്ള ചില ജീവിത സാഹചര്യങ്ങളുടെ എന്നെ കേൾക്കുന്ന സഹോദര സൗരി നീ കടന്നു പോകുമ്പോൾ നീ അതിനു മുമ്പിൽ ഭാരപ്പെട്ടു പോകണ്ട. യോസേപ്പിനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും വിശ്വസി കരപിടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് നിന്റെ സഹോദരന്മാർ, നിന്റെ സഹോദരികൾ, നിന്റെ മാതാവ്, നിന്റെ പിതാവ്, ബന്ധുമിത്രാദികൾ, നിന്റെ സഭ എല്ലാവരും കൂടി നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഇല്ലായ്മയെ ശ്രമിക്കുന്നെങ്കിൽ, യോസേപ്പിനെ പോലെ നീ ഒരു കുറ്റവും ചെയ്യാതിരുന്നിട്ട് നീ തെറ്റ് ചെയ്തു എന്ന് നിന്റെ മേൽ കുറ്റാരോപണം നടത്തി നിന്നെ കുണ്ടറയിൽ തള്ളിയിടുന്നത് പോലെ നിന്നെ സഹോദരങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയാലും നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവം നിന്നെ ഉയർത്താൻ ശക്തനാണ്. ഹല്ലേലൂയ. യോസേപ്പ് എവിടെയെല്ലാം തല കുനിക്കേണ്ടി വന്നോ, എവിടെയെല്ലാം തല താഴ്ത്തേണ്ടി വന്നോ, ആരുടെയെല്ലാം മുമ്പിൽ യോസേപ്പ് തല താഴ്ത്തേണ്ടി വന്നോ, അവരുടെയൊക്കെ മുന്നിൽ യോസേപ്പിനെ മാനിച്ച ചരിത്രമാണ് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് സോനാവി, ഞാൻ ദൈവസന്നിധി നിന്നോട് പറയട്ടെ, നിന്നെ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുക. നിരപരാധിയായിരുന്ന യോസേപ്പിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ച് അവനെ ജയിലടച്ചുവെങ്കിൽ ദൈവം നീതിമാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നീതിമാനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു നിരപരാധിയും ക്രൂശിക്കപ്പെടാൻ ദൈവം അനുവദിക്കുന്നില്ല. ലോകം ഒരുപക്ഷെ നിന്നെ ക്രൂശിച്ചേക്കാം, ലോകക്കാർ നിന്നെ വഴി പറഞ്ഞേക്കാം. പക്ഷേ നിന്നെ ന്യായം വിധിക്കുന്നവൻ, നിന്നെ നീതീകരിക്കുന്നവൻ യഹോവയായി ദൈവമായതുകൊണ്ട്, അഥവാ യേശുക്രിസ്തു ആയതുകൊണ്ട് നിന്നെ ഈ ഉലകത്തിൽ തകർക്കാൻ ആർക്കും കഴിയില്ല.
നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വളരെ ഭയാനകമാണ്. എല്ലാവരും നിനക്കെതിരെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നെ തകർക്കുവാൻ, നിന്നെ കുടുംബത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഓർത്തോണം, അതിനപ്പുറത്തൊരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. രക്തംശയം ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ആമി ഈ മിസ്രയീമിൽ പോത്തിഫർ എന്ന് പറയുന്ന പ്രഭുവിന്റെ വീട്ടിൽ ജോലിക്കാരനായി യോസേഫ് നിൽക്കേണ്ടി വന്നു. അവിടെ വെച്ച് അന്യായമായി അവൻ കുറ്റം വിധിക്കപ്പെട്ടു. ആമീൻ, സ്തോത്രം. അല്ലെങ്കിൽ പോത്തിഫറിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവന്റെ മേൽ ദൃഷ്ടി വെച്ചു. അവനെ ഏതെങ്കിലും പാപത്തിൽ തള്ളിയിടാൻ, യോസേപ്പിനെ തള്ളിയിടാൻ വേണ്ടി, പാപത്തിൽ കുരുക്കുവാൻ വേണ്ടി പോത്തിഫറിന്റെ ഭാര്യ ശ്രമിച്ചെങ്കിലും യോസേപ്പ് നീതിമാനായതുകൊണ്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായതുകൊണ്ടും അവൻ്റെ മേൽ ദൈവിക നിയോഗം, ഒരു ദൈവിക അഭിഷേകമുള്ളതുകൊണ്ടും മാത്രമല്ല, അവൻ ദൈവാത്മാവുള്ളൊരു മനുഷ്യനായതുകൊണ്ട്, ദൈവം അവന് ചില സ്വപ്നങ്ങൾ കൊടുത്തിട്ടുള്ളത് കൊണ്ടും അവനെ തകർക്കുവാൻ പോത്തിഫറിന്റെ ഭവനത്തിൽ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. യോസേപ്പ് നീതിമാനായതുകൊണ്ട് അവിടെ നിന്ന് ഓടി ഒളിച്ചതിന്റെ ഫലമായി അവൻ കുറ്റാരോപിതനായി മാറി. ഹല്ലേലൂയ. ചെയ്യാത്ത കുറ്റത്തിന് കുറ്റാരോപിതനായി മാറി. ആമീൻ. അവൻ ജയിലിലടയ്ക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഓർത്തു നോക്കി, ആ മനുഷ്യന്റെ ജീവിതം എത്ര സങ്കടത്തിലായി കാണും. ഇങ്ങനെയുള്ള ചില സാഹചര്യത്തിലൂടെ നീ കടന്നു പോയാലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഭാരപ്പെട്ടു പോകരുത്, മനം കലങ്ങി പോകരുത്. ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ, ദൈവം നിന്നെ ചില സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ കാരാഗ്രഹത്തിൽ യോസേപ്പ് അടയ്ക്കപ്പെട്ടു. ഹല്ലേലൂയ. ആ ജയിലിൽ ഫറവോന്റെ പാനപാത്രകന്റെ തലവിനെയും അപ്പക്കാരന്റെ തലവിനെയും അടച്ചിരുന്നു. ആ ജയിലില് പാനപാത്ര ഹല്ലേലൂയ സ്തോത്രം പാനപാത്രവാഹകന്റെ തലവിനെയും അപ്പക്കാരന്റെ തലവിനെയും അടച്ചിരുന്നു. ഒരു ദിവസം പാനപാത്രവാഹകൻ ഹല്ലേലൂയ താൻ കണ്ട സ്വപ്നത്തെ യോസേപ്പിനോട് അറിയിച്ചപ്പോൾ യോസേപ്പ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യോസേപ്പ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. നീ സ്വപ്നത്തിൽ കണ്ട 3 കൊമ്പ് 3 ദിവസം, ഹല്ലേലൂയ, 3 ദിവസത്തിനകം ഫറവോ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നീ ആ സ്ഥാനത്ത് നിന്നെ ആക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്ന് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ആ പാനപാത്രവാഹകന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടായി. കാരണം എന്താണ്? അവൻ കാരാഗ്രഹത്തിൽ മോചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, കാരാഗ്രഹത്തിൽ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അവന്റെ പഴയ സ്ഥാനത്ത് അവനെ ആക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, ദൈവം നിന്നെക്കുറിച്ച് ചില സ്വപ്നത്തിലൂടെ ചില വെളിപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നോട് ചില ആലോചന പറയുമ്പോൾ, ചില ദൈവശബ്ദം നിന്നെ കേൾപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ എവിടെ ഒറ്റപ്പെട്ടു പോയോ, നീ എവിടെ തടവിലാക്കപ്പെട്ടു പോയോ, നീ കുണ്ടറയുടെ അനുഭവത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ പറയുന്ന പോലെ 3 ദിവസത്തിനകം ഫറവോ നിന്നെ കടാക്ഷിച്ച് നിന്നെ പഴയ സ്ഥാനത്താക്കുമെന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ താഴ്ചയിൽ ഉയർത്താൻ ആഗ്രഹിക്കുക. 136 സങ്കീർത്തനം വായിക്കുമ്പോൾ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുന്നത് പോലെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുക. നീ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ, നീ ദൈവത്തിന് ഇന്നും പ്രാർത്ഥിക്കുന്ന വിഷയം, ഉപവസിച്ച് ദൈവത്തിന് നിലവിളിക്കുന്ന വിഷയമുണ്ടല്ലോ, ഹൃദയത്തിന്റെ ഭാരമില്ലേ, അതിനെ ദൈവം മാറ്റാൻ പോകുക. സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവനായി മാറിയാലും അപമാനിക്കപ്പെട്ടവനായി മാറിയാലും, യോസേപ്പിനെ പൊട്ടക്കുഴിയിലേക്ക് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച സഹോദരന്മാർ, മിദ്യാനി കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് അവനെ കൊടുത്തെങ്കിലും അവൻ വലിയ പോത്തിഫറിന്റെ ഭവനത്തിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റാരോപിതനായി അവൻ കുണ്ടറയിൽ അടയ്ക്കപ്പെട്ടെങ്കിലും ദൈവം അവനോട് കൂടെയുണ്ട്. അപ്പൊ ജോസഫിന് കൂട്ടാരാണ് യഹോവയായ ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് കൂട്ടിനായി യേശു ഉള്ളതുകൊണ്ട്, നിനക്ക് കൂട്ടിനായി കർത്താവ് ഉള്ളതുകൊണ്ട് ഈ ഉലകത്തിൽ നീ ഭാരപ്പെട്ടു പോകരുത്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യോസേപ്പ് പറഞ്ഞതുപോലെ തന്നെ ആ പാനപാത്രവാഹകന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ഹല്ലേലൂയ. ചിലപ്പോൾ അവന് ഒരു പ്രത്യാശയും ഇല്ലാതിരുന്നേക്കാം. ദിവസേന ജയിലിൽ അടി വാങ്ങിയിരിക്കാം, പല ഉപദ്രവങ്ങൾ അനുഭവിച്ചിരിക്കാം. ഒരു ദിവസം ഫറവോന് അവർ ന്യായം ചെയ്യും.
ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സർവഭൂമിക്കും ന്യായാധിപതി നിങ്ങൾക്ക് ന്യായം ചെയ്യാതിരിക്കുമോ? ഈ കഠിന ഹൃദയമുള്ള ഫറവോൻ പോലും യോസേപ്പിനോട് കനിവ് തോന്നി. അവനെ മിസ്രയീമിന്റെ രണ്ടാമനായി കൊണ്ടുവന്നെങ്കിൽ മാത്രമല്ല, പാനപാത്ര മകന്റെ തലവനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടിച്ചവനെ പഴയ സ്ഥാനത്താക്കുവാൻ ലോകപ്രകാരം ന്യായാധിപതിക്ക് തോന്നിയെങ്കിൽ സകല ഭൂമി അടക്കി ഭരിക്കുന്ന, സകലത്തിന്റെ ഉടയവനായിരിക്കുന്ന, സർവ്വചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന, സർവശക്തനായിരിക്കുന്ന, നമ്മുടെ സർവാധിപതിയായിരിക്കുന്ന, ന്യായാധിപതിയായിരിക്കുന്ന കർത്താവ് നിന്നോട് കരുണ കാണാതിരിക്കുമോ? ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോകുക. നീ കരഞ്ഞു കലങ്ങി കണ്ണുമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി നീ കാണാൻ പോകുക. ഹല്ലേലൂയ. എത്ര കാലമായി എൻ്റെ ജീവിതം ഇങ്ങനെ, എത്ര കാലമായി ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന, ദൈവത്തിന് എന്നെ വേണ്ട എന്നൊക്കെ ചോദിക്കാം. ഹല്ലേലൂയ. ഞാനങ്ങനെ ഉത്തരപ്പിടിക്കും. ഞാനങ്ങനെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്നെ കർത്താവിന് വേണ്ടേ, ഒരു കാലമാടനും വേണ്ടെന്നവരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പിന്നീട് ഞാൻ ഓർത്ത് അനുഭവിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു. കാരണം ജീവിതത്തിൽ അങ്ങനെയുള്ള ശോധന കടന്നു വരും. യോസേപ്പ് കുണ്ടറയിലാണെങ്കിൽ അതേ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പക്ഷെ യോസേപ്പ് അതരം കൊണ്ട് പാപം ചെയ്തില്ല. നമ്മളെന്നാൽ അതരം കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യും. നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിന്റെ ഏത് മേഖലയിൽ എത്തിയാലും പിറുപിറുക്കാതെ യോസേപ്പിനെ പോലെ ദൈവസന്നിധി ആശ്രയിക്കുന്നെങ്കിൽ നിന്നെ ദൈവം കൃതാർത്ഥനാക്കി മാറ്റിയെടുക്കും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഒരിക്കൽ നീ താഴ്ച പ്രാപിച്ചിടത്ത്, ഒരിക്കൽ നീ തല ഉരിച്ചിടത്ത്, ഒരിക്കൽ നീ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ടിടത്ത് നിന്നെ ആട്ടി പുറത്താക്കി, അല്ലെങ്കിൽ നീ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിന്റെ സാന്നിധ്യം ഇവിടെ വേണ്ട, നീ എൻ്റെ മകനല്ല, നീ എൻ്റെ മകളല്ല, നിന്നെയും ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടു പോകരുതെന്ന് നിനക്കെതിരെ ചില വാദപ്രതിവാദങ്ങൾ നിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ പോലും നിനക്കെതിരെ സംസാരിക്കുമ്പോൾ അതിൻ്റെ നടുവിലും ദൈവത്തിന് ചില പദ്ധതികളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ യോസേപ്പിനെയാണ് ചിന്തിച്ചാൽ കാരണം ദൈവ ചില സ്വപ്നങ്ങൾ, യോസേപ്പിന്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് ദൈവത്താലുള്ള സ്വപ്നമാണ്. ഹല്ലേലൂയ. യോസേപ്പിന്റെ അഭിഷേകം ദൈവിക അഭിഷേകമാണ്. യോസേപ്പിന്റെ ദർശനം ദൈവം കൊടുത്തതാണ്. ഹല്ലേലൂയ. യോസേപ്പിൽ കൂടെ ഒരു സമൂഹത്തെ തന്നെ പുറത്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. യോസേപ്പിലൂടെ സമൂഹത്തെ വാർത്തെടുക്കാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം യോസേപ്പിനെ ഉയർത്തുക തന്നെ ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഒരുപാട് ഉപദ്രവങ്ങൾ യോസേപ്പിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടായിരിക്കാം. നമ്മുടെ ദൈവം ന്യായം വിധിക്കാതിരിക്കുന്നത് ചോദിച്ചേക്കാം. ചിലപ്പോൾ അന്യായമായി നിങ്ങൾ കുറ്റം വിധിക്കപ്പെട്ടേക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി ഒരുപക്ഷെ നിന്റെ മേൽ കുറ്റാരോപണം ഉണ്ടാക്കി യോസേപ്പിനെ ജയിലിലടച്ചതുപോലെ നിന്നെ അടച്ചേക്കാം. പക്ഷേ നീ നീതിമാനാണെങ്കിൽ, നിന്റെ ഭാഗത്ത് നിരപരാധിത്വമുണ്ടെങ്കിൽ ദൈവം നിന്നെ വിടിവിക്കും. മാത്രമല്ല, നിന്നെ ആരെല്ലാം കുറ്റാരോപിതനാക്കി, നിന്നെ കുറ്റാരോപണം നടത്തി, നിന്നെ കള്ളക്കേസിൽ നിന്നെ വ്യാജ ആരോപണങ്ങൾ ചെയ്ത് നിന്നെ ജയിലടച്ചോ, അവരോട് ദൈവം ഇടപെടും. അവരെ ദൈവം സന്ദർശിക്കും. ആ തലമുറയിൽ തന്നെ ദൈവം ചിലത് ചെയ്യും. നിന്റെ കൺമുമ്പിൽ അത് കാണും. ഹല്ലേലൂയ. സ്തോത്രം. അത് നീ നിരപരാധിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിരപരാധിയാണ്, ഞാനത് ചെയ്തിട്ടില്ല, എന്നെ എന്നേക്കുമായി തകർത്ത് കളയുവാൻ, ഇല്ലായ്മ ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ, എന്നെ ദേശത്ത് ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി ചിലരൊക്കെ കെട്ടിച്ചമച്ച കഥകളാണ്. അതിൻ്റെ പേരിൽ ഞാൻ ഇന്ന് ഈ കുണ്ടറയിൽ കിടക്കേണ്ടി വന്നാൽ അതിനപ്പുറത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട് സഹോദര സഹോദരി. അതെ, നിന്നെ ജയിലിലടച്ചവർ, നിന്നെ കുണ്ടറയിലേക്ക് ആക്കിയവരെ ദൈവം ന്യായം വിധിക്കും. അല്ലൊരു ദൈവ ന്യായം വിധിക്കുമ്പോൾ, സർവ്വന്യായാധിപനായ ദൈവ ന്യായം വിധിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിനക്ക് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. അത് യോസേപ്പിന്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു. യോസേപ്പിന്റെ മേൽ ഒരു ദൈവിക നിയോഗമുണ്ടായിരുന്നു. ആ യോസേപ്പിനെ ദൈവം മാനിച്ചതുകൊണ്ട് നിങ്ങൾ അന്യായമായി കുറ്റം വിധിക്കപ്പെട്ടിരിക്കാം, എൻ്റെ മാനവും മര്യാദയും പോയി എന്നുള്ള ചിന്ത വന്നേക്കാം. യോസേപ്പിന് പോത്തിപ്പുറ ഭവനത്തിൽ വെച്ച് ചിന്ത വന്നു, എൻ്റെ മാനം പോയല്ലോ, എൻ്റെ മര്യാദ പോയല്ലോ, എൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടല്ലോ, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റാരോപിതനായി ജയിലിൽ അടക്കപ്പെട്ടല്ലോ, ഞാൻ ഇനി എങ്ങനെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കും, മനുഷ്യനോട് എങ്ങനെ മറുപടി പറയുമെന്നൊക്കെ യോസേപ്പിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ കടന്നു പോയിരിക്കാം. അതേപോലെ ഒരു പക്ഷേ നീയും കടന്നു പോയേക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നീ നിരപരാധിയാണെങ്കിൽ
ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നീ നിരപരാധിയാണെങ്കിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. നിന്റെ മേൽ കുറ്റാരോപണം നടത്തിയ സകല എണ്ണത്തിനെയും ദൈവം തൊടും. അവൻ്റെ കുടുംബത്തെ ദൈവം തൊടും, അവൻ്റെ തലമുറയെ ദൈവം തൊടും. ഇതൊരു അനുഭവമാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് നിന്നോട് ചില കരുണയുണ്ട്, ദൈവത്തിനോട് ചില ദയുണ്ട്, ദൈവത്തിനോട് മനസ്സലിവുണ്ട്. അവൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒഴുകിയ രക്തത്തിന്റെ വില നീ ചിന്തിച്ചാൽ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് കുണ്ടറയുടെ അനുഭവമാണെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് മിസ്രയീമിലെ പ്രധാനമന്ത്രി പദമായ യോസേഫേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ചില സംഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ഓടി വരുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ലല്ലോ. അതെ, നീ കുറ്റം നീ കുറ്റം ചെയ്തുവെന്ന് നിനക്ക് ഉറപ്പില്ല. നീ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ഉള്ളിൽ ആ നിരപരാധിത്വം ഉണ്ടായിരിക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ നിനക്കൊരു മോചനമുണ്ട്, കുണ്ടറയിൽ നിന്നൊരു മോചനമുണ്ട്. ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. കുണ്ടറയിൽ നിന്നെ വിടിവിക്കുവാൻ വേണ്ടി ദൈവം ചില ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. യോസേപ്പിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. തീർച്ചയായും ദൈവം നിങ്ങളെ ഉയർത്തും. യോസേപ്പിനെ ഉയർത്തിയ പോലെ ദൈവം നിങ്ങളെ ഉയർത്തും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകലത്തെയും ഇരട്ടിയായി നിങ്ങൾക്ക് തരും. പാനപാത്രവാഹകന്റെ തല ഉയർത്തപ്പെട്ടു. യോസേപ്പിന്റെ സ്വപ്ന മുഖാന്തരം പാനപാത്രവാഹകന്റെ തല ഉയർത്തപ്പെട്ടു. ഈ സമയത്ത് ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ഫറവോൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ ഈജിപ്തിലുള്ള മിസ്രൈമിലുള്ള എല്ലാ മന്ത്രവാദികൾക്കും കഴിയാതെ വന്നപ്പോൾ സ്വന്തം കാരാഗ്രഹത്തിന് വിടുവിക്കപ്പെട്ട പാനപാത്രവാഹകൻ പറഞ്ഞു, ഞാൻ ജയിലിൽ കിടക്കും, കുണ്ടറയിൽ കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു തന്ന ഒരുവൻ എന്നോട് കൂടെ കിടപ്പുണ്ടവൻ ഒരു എബ്രായനാണ്. അവൻ നിരപരാധിയാണ്, കുറ്റാരോപിതനായി അവൻ ജയിലിൽ വന്ന് നിരപരാധിയായി അവൻ ജയിലിൽ കിടപ്പുണ്ട്. ആ എബ്രായ ബാലനാണ് എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതെന്ന് അതുപോലെ നടന്നു. അത് കേട്ടപ്പം ഫറവോൻ യോസേപ്പിനെ വിളിച്ചു. ഫറവോൻ കണ്ട സ്വപ്നത്തെ യോസേപ്പിനോട് പറഞ്ഞപ്പോൾ യോസേപ്പ് ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത് അത് മുഖാന്തരം പിന്നത്തേത് യോസേപ്പിനെ തീരുമാനിച്ചു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലേക്കും ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിച്ചു. പിന്നെ ഫറവോൻ യോസേപ്പിനോട് ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. അപ്പോൾ ഫറവോൻ കണ്ട സ്വപ്നത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഫറവോൻ പറയുക, നിന്നെപ്പോലെ ദൈവാത്മാവുള്ളൊരു മനുഷ്യൻ വേറെയില്ല. നീ എൻ്റെ സകല ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞ് ഇതാ മിസ്രയീം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ തലവനാക്കി മാറ്റിയെന്ന വിശുദ്ധ വേദപുസ്തകം മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേപ്പിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേപ്പിൻ്റെ കൈക്കിട്ടു. ഫറവോൻ തൻ്റെ കയ്യിലെ മുദ്രമോതിരം ഊരി യോസേപ്പിൻ്റെ കൈക്ക് ഇട്ടു. അല്ലെങ്കിൽ സ്തോത്രം. യോസേപ്പിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പിളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. അല്ലേലേ, കുണ്ടറയിൽ കിടന്നവനെന്ന് ഓർത്തണം. കുറ്റാരോപിതനായി. എന്ത് കുറ്റാരോപം? വ്യഭിചാര കുറ്റവാ. യോസേഫ് വ്യഭിചാരം ചെയ്തിട്ടില്ല. പക്ഷെ പോത്തിഫറിന്റെ ഭാര്യ പറഞ്ഞു, അവനെന്നെ നശിപ്പിക്കാൻ വന്നു, അവനെന്നെ നശിപ്പിച്ചു. അവൾ തടി തപ്പാൻ മാനം തപ്പാൻ വേണ്ടിയിട്ട് യോസേഫിനെ കുറ്റക്കാരനാക്കിയതൊരു യോസേഫ് കുണ്ടറയിൽ ഒരു അപമാന കേസിൽ കിടക്കുക. അവിടെ വെച്ച് ദൈവം ഇടപെട്ട സ്വപ്നത്തിൽ പാനപാത്രവാഹകന് വെളിപ്പെടുത്തിയത് പിന്നത്തേതിൽ ഫറവോന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവനെ കുണ്ടറയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ മിസ്രയീമിന്റെ സകല ഗൃഹത്തിന് മേലധികാരിയാക്കി മോതിരവിട്ട് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് അവന്റെ ഫറവോന്റെ 2-ാം രഥത്തിൽ കയറ്റിയിട്ട് പറയാം മിസ്രയീമിലെ ജനത്തോട്, നിങ്ങളെല്ലാവരും എന്റെ മുമ്പിൽ മുട്ടുകുത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതമല്ലേ അതല്ലേ?
അത് ദൈവം അങ്ങനെ നമ്മളെ മാനിക്കുന്നത് കേട്ടോ. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, ആവശ്യമില്ലാതെ എന്നെ കേൾക്കുന്ന സഹോദരൻ ആവശ്യമില്ല കുറ്റാരൂപിതനായി അപമാനത്തിൻ്റെ പേരിൽ നീ തല കുമ്പിടേണ്ടി വന്നെങ്കിൽ അല്ലേലൂയ, അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും കേട്ടോ. അതിൻ്റെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തുന്നൊരു ദിവസമുണ്ട്. ആ നാളുകൾ വിദൂരമല്ല. പ്രൈസലോ, കർത്താവിന് അത്ഭുതം ചെയ്യാനുണ്ട്, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസഹോദരൻ, അവൻ്റെ ദിവസം ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും അവൻ മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേപ്പിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തരും കയ്യോ കാലോ അനക്കുകയില്ല. ഫറവോൻ യോസേപ്പിന് പറയാണ്, ഞാൻ ഫറവോനാണ്, ഞാൻ ഈ രാജ്യത്തിൻ്റെ രാജാവാണ്, രാജകിരീടം എനിക്കാണ്, പക്ഷെ നീ പറയുന്നത് ഇവിടെ നടക്കുകയുള്ളൂ. ഈ മിസ്രൈം രാജ്യത്ത്, ഈ മിസ്രൈമിൽ ഒരു മനുഷ്യൻ്റെ കയ്യോ കാലോ നിനക്ക് നേരെ ഇളകുകയില്ല. ഓർത്ത് നോക്കിയല്ലേ, ഞാൻ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ, ഞാൻ ഒരുപാട് ശുശ്രൂഷ ഭാഗമൊക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു മനുഷ്യനെ ദൈവം ഉയർത്താൻ വേണ്ടിയിട്ടേ ഈ എന്തെല്ലാം ചെയ്തതല്ലേ. കുറ്റാരോപിതനായി അപമാന കേസിൽ പിടിക്കപ്പെട്ട്, വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട്, ചെയ്യാത്ത കുറ്റം അടിച്ചേൽപ്പിച്ച് ചെയ്തെന്ന് വരുത്തി തീർത്ത് കാരാഗ്രഹത്തിൽ ഏകദേശം 10 വർഷത്തോളം കിടന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചരിത്രം കേട്ടോക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു യോസേപ്പിനെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം യോസേപ്പിനോട് ഫറവോൻ ആകും, നിന്റെ കൽപ്പന കൂടാതെ മിസ്രൈം ദേശത്ത് യാതൊരുത്തിനും കയ്യോ കാലോ അനക്കുകയില്ലെന്ന് പറഞ്ഞു. ഫറവോൻ യോസേപ്പിന് സാപ്നത്ത് എന്ന് പേരിട്ടു. ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്തിനെ അവന് ഭാര്യയായി കൊടുത്തു. പിന്നെ യോസേപ്പ് മിസ്രൈം ദേശത്തൊക്കെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. തുടർന്ന് സംഭവിച്ചത് എന്താണ്? മിസ്രൈമിലൊക്കെ ക്ഷാമം വന്നു. ഹല്ലേലൂയ. ദേശത്തെങ്ങും ക്ഷാമം വന്നു. യോസേപ്പിൻ്റെ സഹോദരന്മാരും അപ്പനും താമസിക്കുന്ന ദേശത്ത് ക്ഷാമം വന്നു. മിസ്രൈമിൽ ആഹാരം കൊടുക്കും നിറഞ്ഞു. ഹല്ലേലൂയ. യോസേപ്പ് തൻ്റെ പാണ്ഡികശാല തുറന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ആഹാരം കൊടുത്തപ്പോൾ യോസേപ്പിൻ്റെ സഹോദരന്മാരും ആഹാരം തേടി അവിടെ എത്തി. യോസേപ്പ് അവർക്ക് ആഹാരം കൊടുത്തു. പിന്നത്തിൽ യോസേപ്പ് അവർക്ക് വെളിപ്പെടുത്തി, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റ യോസേപ്പാണ് ഞാൻ, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി എന്നെ ദൈവം അയച്ചതാ. അങ്ങനെ നിന്ദിക്കപ്പെട്ടവരുടെ നടുവിൽ, അപമാനിക്കപ്പെട്ട് കൊല്ലാനൊരുങ്ങിയവരുടെ മുൻപിൽ യോസേപ്പിനെ മാനിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ സഹോദരന്മാർ, നിന്റെ സഹോദരങ്ങൾ നിന്നെ കൊല്ലാനൊരുങ്ങിയാൽ, നിന്നെ ഇല്ലായ്മയെ ശ്രമിക്കാൻ, ആഭിചാര മന്ത്രവാദ ദുർമന്ത്രവാദ ദുർസേവകൾ കൊണ്ട് നിന്നെ തകർത്ത് കളയാൻ, നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ, നിന്റെ ഭാവിയെ, നിന്റെ തലമുറയെ നശിപ്പിച്ച് കളയാൻ ചിലരൊക്കെ പദ്ധതിയിട്ട് മുന്നോട്ട് വന്നാൽ, ഇന്ന് പകൽ യോസേപ്പിനെ പോലെ സത്യസന്ധതയോട് നിൽക്കുന്നെങ്കിൽ അവരുടെ മധ്യയെ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽ ഈ വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളെ ചിലരെയൊക്കെ ദൈവം ഒന്ന് മാനിക്കാൻ പോവുകയാണ്. നിന്റെ വേദനകൾ, നിന്റെ സങ്കടങ്ങൾ, നിന്റെ കഷ്ടങ്ങൾ, നിന്റെ കണ്ണുനീർ ദുഃഖങ്ങൾക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. സ്തോത്രം. എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവവചനം എന്താണ് വായിച്ചത്? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ വചനം വന്ന്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ പത്രോസ് പറഞ്ഞതുപോലെ, 1 പത്രോസിൻ്റെ 5 പറഞ്ഞത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പിൻ. അത് നീ ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി ഹല്ലേലൂയ. യോസേപ്പ് മനമാത്രമാണ്, നീ 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാടിച്ച് നിന്റെ സ്ഥാനത്താക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ആ ഒരു സ്വപ്നം മുഖാന്തരം ഫറവോൻ കണ്ട സ്വപ്നവും യോസേപ്പ് വ്യാഖ്യാനിച്ചപ്പോൾ കൊണ്ടറിയുന്നൊരു മനുഷ്യനെ ഉയർത്തി മിസ്രയീമിൻ്റെ മേലധികാരിയാക്കിയതുപോലെ, കർത്താവ്, ഇന്ന് ഞങ്ങളുടെ ജനം കടന്നു പോകുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ഇതേപോലെയുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുറ്റാരോപിതനായി മാനാപമാനം ഏറ്റുകൊണ്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് വേണ്ടി കുണ്ടറയിൽ എന്ന പോലെ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു വിടുതലും ആശ്വാസവും സമാധാനം കൊടുക്കണമേ. ദൈവമേ, ജനത്തോട് ഇടപെടുമാറാകണമേ. ഇവിടെ കണ്ണുനീർ തുടയ്ക്കണം. പലരും ഭാരത്തോടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമായി തീരണമേ. സകലത്തുമേലെ നീതി വെളിപ്പെടുത്തിയ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.